ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജപമാലയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് റോസറി. ആ വാക്കിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. റോസറി എന്നുള്ളത് റൊസാരിയം എന്ന ലത്തീൻ വാക്കിൽ നിന്ന് വരുന്ന ഒരു പദമാണ്. അതിന്റെ അർത്ഥം റോസ് ഗാർഡൻ ഓർ ക്രൗൺ ഓഫ് റോസസ് എന്നാണ്. മാതാവിനെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ റോസറി ആണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. അതിൻ്റെ ഒരു പാരമ്പര്യം ഇതാണ്: റോസ് ഫ്ലവർ, എ ഹെവൻലി ഫ്ലവർ ഓഫേർഡ് ടു മദർ മേരി, ഫോമിംഗ് എ സ്പിരിച്വൽ ഗാർലൻഡ് ഓർ ക്രൗൺ ഓഫ് റോസസ് ഫോർ ഹെർ. എപ്പോഴും മാതാവിന് പ്രതീകമായിട്ടുള്ളത് റോസാപ്പൂവാണ്. മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് റോസാപ്പൂവാണ്. റോസാപ്പൂവേ എന്നുള്ള പാട്ടുപോലും മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് റോസാപ്പൂവാണ്. റോസ് ഒരു സിമ്പിളാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു മേരി. അതാണ് ഒന്നാമത്തെ സിമ്പിൾ. മാതാവിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനം. മിഡിൽ ഏജസില്, മധ്യകാലഘട്ടങ്ങളിൽ ഈ റോസ് ഫ്ലവർ അത് മദർ മേരിക്ക് കൊടുക്കുന്ന ഒരു സിംബിളൈസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വാക്കുകൾ ഇങ്ങനെ വരാൻ ഇടയാകുന്നതിന്റെ ഒരു കാരണം. രണ്ടാമത്തേത് ഇതൊരു സ്പിരിച്വൽ റീത്താണ്. ആ റീത്ത് ഇറ്റ്സ് എ ക്രൗൺ ഓഫ് റോസസ് ടു ജീസസ് ആൻഡ് മേരി. ഒരു പ്രയർ ഓർ മെഡിറ്റേഷന് ഈ റീത്ത് സബ്മിറ്റ് ചെയ്യും. അത് റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു റീത്താണ്. മൂന്നാമത്തേത്, കാലത്തെ സന്യാസിമാരൊക്കെ ജപമാല രൂപപ്പെടുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങളാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത്. ഈ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സുലഭമായി കിട്ടിയിരുന്നത് പൂക്കളാണ്, ഈ റോസാപ്പൂക്കളാണ്. അതുകൊണ്ട് ഈ റോസാപ്പൂക്കള് ഓരോ സങ്കീർത്തനം ചൊല്ലുമ്പോഴും ഈ റോസാപ്പൂക്കൾ എണ്ണത്തിനായി ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ മാതാവിന് റോസാപ്പൂവെന്നത് ഒരു പ്രതീകമായി മാറും. അങ്ങനെ മാതാവിന്റെ ശിരസിൽ കിരീടമായി റോസാപ്പൂവ് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതലാണ് ഈ റൊസാരിയം എന്ന ലത്തീൻ വാക്ക് രൂപപ്പെടാൻ കാരണമായി തീരുക. മാതാവിന് സമർപ്പിക്കുന്ന പൂക്കളാണ്. അതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് ജപമാലയായി 50 പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ 50 പൂവ് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന്റെ പ്രതീകം. 50 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ 50 റോസാപ്പൂവ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. അപ്പൊ റോസറി എന്നുള്ളത് വെറും ഒരു സാധനത്തിന്റെ പേര് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ പേര് മാത്രമല്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയുടെ പേര് കൂടിയാണ്. റോസാപ്പൂവ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആർക്കാ റോസാപ്പൂവ് ഇഷ്ടമല്ലാത്തത്? അപ്പോ പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയാണ് റോസറി. ആ ജപമാല റോസറി ആയി നമ്മൾ ചൊല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഓരോന്നും സമർപ്പിക്കുമ്പോഴൊക്കെയും ഓരോ റോസാപ്പൂവ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കാം. അപ്പൊ അമ്മ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലി ഓരോ റോസാപ്പൂവ് അമ്മയുടെ അടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ ഓരോ അനുഗ്രഹങ്ങള് നമുക്ക് തരുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. അപ്പൊ ജപമാല അതൊരു അനുഗ്രഹമാലയാണ്. ജപമാല അത് റോസറി മാത്രമല്ല, അതൊരു അത്ഭുതമാലയാണ്. മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങള് സ്വീകരിക്കുന്ന ഒരു മാല. ഇപ്പൊ റൊസാരിയും 13-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്ന ആ വാക്ക് അതിനൊരു വലിയ അർത്ഥമുണ്ട്. റോസാപ്പൂവ എന്നുള്ള ആ പാട്ട് മാതാവിനെ നോക്കി നമ്മൾ പാടുമ്പോൾ റോസാപ്പൂവ് അമ്മയുടെ പ്രതീകം, അനുഗ്രഹത്തിന്റെ പ്രതീകം. അപ്പൊ അമ്മയുടെ തിരുസ്വരൂപത്തില് ഒരു റോസാപ്പൂവും സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അമ്മയുടെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരു റോസാപ്പൂവിന് തുല്യം അനുഗ്രഹത്തിന്റെ കൃപയുടെ മാലയാക്കി അതിനെ മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.